ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 10ാം ക്ലാസ്സിൻ്റെ ഫിസിക്സിലെ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്ക് വീതമാണ് നമ്മുടെ SSLC എക്സാമിന് ചോദിക്കുക എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് പുറത്ത് വന്നിട്ടുള്ള ചാപ്റ്റർ വൈസ് വെയിറ്റേജ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിന് ശേഷം മോഡൽ എക്സാമിനേഷൻ നടന്നിട്ട് നമ്മൾ ഒന്നും കൂടിയും എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതേ വെയിറ്റേജ് തന്നെയാണോ വന്നിട്ടുള്ളത് എന്നുകൂടി പറയുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വെയിറ്റേജ് മാത്രമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ സൗണ്ട് വേവ്സ് ആണ്. എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ഒരു ചാപ്റ്റർ. അതുകൊണ്ട് നമുക്ക് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് വെയിറ്റേജ് ആണ്. നിങ്ങൾ അതിനനുസരിച്ച് തന്നെ ആ ഒരു വെയിറ്റേജ് വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതുപോലെ ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ മൂന്നാമത്തത് വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ, മൂന്നാമത്തെ ചാപ്റ്റർ. അതിനകത്ത് എന്തൊക്കെയുണ്ട്, സ്കാറ്ററിങ്, ഡിസ്പെർഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടോട്ടലി നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. അതുപോലെ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നതിൽ നിന്ന് 6 മാർക്ക്. അതുപോലെ ഇലക്ട്രിക് എനർജി കൺസംപ്ഷൻ ആൻഡ് കൺസർവേഷനിൽ നിന്ന് എന്താണ് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും, കാൽക്കുലേഷൻ ആയിരിക്കും. ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും എന്തായാലും ഉണ്ടാവുക. ഓക്കെ, യെസ്. അതുപോലെ തന്നെ അടുത്ത 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ദ ഡെയിലി ലൈഫ്. ഇവിടെയാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ EMI എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്താണ് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരെ എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇമോജി നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഇത് EMI എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. 7ാമത്തെ ചാപ്റ്റർ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ. അതിനകത്താണ് നമ്മൾ ലോഡ്, എഫേർട്ട്, അതുപോലെ 3 ടൈപ്സ് ഓഫ് ലിവർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലോഡും എഫേർട്ടും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ചോദിക്കാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നത് ലിവറിൻ്റെ, സിമ്പിൾ ലിവർ അങ്ങനെയുള്ള കേസുകൾ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നത് എന്താണ്, പുള്ളിയുടെ കേസസ് ചോദിക്കാം. ഇത്രയും 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ നിന്ന് വരാൻ സാധ്യത ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏതാണ് ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അങ്ങനെ ടോട്ടലി 40 മാർക്കിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പരീക്ഷ വരുന്നത്. അതിൽ 36നും മേലെ, 36ഓ അതിന് മുകളിലേക്ക് മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് A+ ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ A+ നഷ്ടപ്പെടും. ഒരു കാരണവശാലും നിങ്ങൾ 36 കിട്ടണം എന്ന് വിചാരിച്ചിട്ട് എഴുതരുത്. 40ൽ 40 വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, പരീക്ഷ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വെയിറ്റേജ് പറയാനുള്ളത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഏത് EMI എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതുപോലെ ലെൻസസ് വളരെ സിമ്പിളാണ്. ഡയഗ്രാം വരയ്ക്കാനായിട്ട് ചോദിക്കാറുണ്ട് ലെൻസ് വെച്ചിട്ട്. അതുപോലെ മാഗ്നിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ലെൻസസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. അതുപോലെ സൗണ്ട് വേവ്സിനകത്ത് നിങ്ങൾ ഏതാണ് ട്രാൻസ്വേഴ്സ് വേവ്, ലോങ്ങിറ്റ്യൂണൽ വേവ്, ഒരു വേവ് തന്നിട്ട് വേവിൻ്റെ ഫീച്ചേഴ്സ് അവർ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ, അതിനകത്ത് കളേഴ്സ് പഠിക്കുക, പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ മാഗ്നറ്റിക് എഫക്റ്റ്, ഇലക്ട്രിക് എനർജി, അതുപോലെ തന്നെ കാൽക്കുലേഷൻ. ഞാൻ പറഞ്ഞു കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ വെയിറ്റേജ് വരുന്നത്. ഇനി നമ്മൾ കെമിസ്ട്രിയുടെ വെയിറ്റേജ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.